കോവിഡ് മഹാമാരിയെ നേരിടാൻ 2 വാക്സിനുകൾക്ക് രാജ്യത്ത് അനുമതി നൽകാൻ തീരുമാനിച്ച് DCGI. ഓക്സ്ഫോർഡ് സർവകലാശാലയും വിദേശ മരുന്ന് കമ്പനിയായ ആസ്ട്രാസെനക്കയും ചേർന്ന് വികസിപ്പിച്ച് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിച്ച കോവിഷീൽഡിനും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിനുമാണ് അടിയന്തര ഉപയോഗ അനുമതി നൽകിയത്. നിയന്ത്രിതമായ രീതിയിലായിരിക്കും വാക്സിൻ വിതരണം നടത്തുക. വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് DCGI യോഗം അന്തിമ തീരുമാനമെടുത്തത്. ഇന്നലെ നൽകിയ റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ വരെ നീണ്ട യോഗം വിശദമായി ചർച്ച ചെയ്തു. രാവിലെ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വാക്സിന് അനുമതി നൽകിയതായി DCGI അറിയിച്ചത്. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും രാജ്യത്തും പുറത്തും നടത്തിയ ക്ലിനിക്കൽ ട്രയലുകളുടെ വിവരങ്ങൾ DCGIക്ക് സമർപ്പിച്ചിരുന്നു. അത് വിശദമായി വിദഗ്ധ സമിതി പരിശോധിച്ചു. അതിനുശേഷമാണ് അനുമതി നൽകിയതെന്ന് DCGI വ്യക്തമാക്കി. കോവിഷീൽഡ് വാക്സിന് 70.42% ഫലപ്രാപ്തി കണ്ടെത്തിയിരുന്നു. ഈ വാക്സിനുകൾ 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം. കോവിഷീൽഡ് ഡോസിന് 250 രൂപ കമ്പനി നിർദ്ദേശിച്ചു. കോവാക്സിന് 350 രൂപയാണ് ഭാരത് ബയോടെക് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയോടെ ആദ്യഘട്ട വാക്സിൻ വിതരണം തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണം നവംബർ മധ്യത്തോടെയാണ് തുടങ്ങിയത്. 2 ഡോസ് വീതം നൽകേണ്ട കോവാക്സിന്റെ 2 ഡോസുകൾക്ക് ഇടയിലുള്ള ഇടവേള 28 ദിവസമാണ്. ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലുള്ള കോവാക്സിന് കൂടി അനുമതി നൽകുന്നത് UK-യിൽ നിന്നുള്ള കോവിഡ് വൈറസ് വകഭേദം കൂടി കണ്ടെത്തിയ സാഹചര്യത്തിലാണ്. ഇതോടൊപ്പം അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാഡില ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം തുടങ്ങാനുള്ള അനുമതിയും നൽകി. ബയോടെക്നോളജി വകുപ്പാണ് ഈ പരീക്ഷണത്തിന്റെ ഫണ്ട് ചെയ്യുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ പൂർണ്ണ പരീക്ഷണങ്ങൾ നടത്തിയില്ലെങ്കിലും ചില വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗ അനുമതി നൽകാൻ കഴിയുന്ന പുതിയ ഡ്രഗ്സ് ക്ലിനിക്കൽ ട്രയൽ നിയമം ഉപയോഗിച്ചാണ് ഈ 2 വാക്സിനുകൾക്കും നിലവിൽ അടിയന്തര ഉപയോഗ അനുമതി നൽകിയിരിക്കുന്നത്. വാക്സിൻ വിതരണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാജ്യത്ത് ഡ്രൈ റൺ നടത്തിയിരുന്നു. വാക്സിൻ വിതരണത്തിലുള്ള എല്ലാ ഘട്ടങ്ങളും അതേപടി പാലിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടിയാണ് വാക്സിൻ ഡ്രൈ റൺ. ആദ്യഘട്ട വാക്സിനേഷൻ യജ്ഞത്തിൽ 30 കോടി ഇന്ത്യക്കാരെയാണ് വാക്സിനേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ 1 കോടി ആരോഗ്യ പ്രവർത്തകരും 2 കോടി ആരോഗ്യരംഗത്തെ മുന്നണി പോരാളികളായ പോലീസ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി പ്രവർത്തകർ, സന്നദ്ധ സേവകർ, മുനിസിപ്പൽ പ്രവർത്തകർ എന്നിവരും ഉൾപ്പെടും. 50 വയസ്സിന് മുകളിലുള്ളവരും ആരോഗ്യ സംബന്ധമായ അവശതകൾ ഉള്ളവരുമാണ് ബാക്കി 27 കോടി പേർ. ഡിസംബറിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കി കൈമാറാൻ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചിരുന്നു. The subject expert committee of Central Drug Standard Control Organization met on 1st and 2nd January 2021 and made recommendations in respect of proposal for restricted emergency approval of COVID-19 virus vaccine of Serum Institute of India and Messrs. Bharat Biotech, as well as phase 3 clinical trial of Messrs. Cadila Healthcare Limited. The subject expert committee consists of domain knowledge experts from the field of pulmonology, immunology, microbiology, pharmacology, pediatrics, internal medicine, etc. Messrs. Serum Institute of India, Pune has presented a recombinant chimpanzee adenovirus vector Covishield encoding the SARS-CoV-2 spike S glycoprotein with technology transfer from AstraZeneca, Oxford University. The firm submitted safety, immunogenicity and efficacy data generated on 23,745 participants aged more than or equal to 18 years or older from overseas clinical studies. The overall vaccine efficacy was found to be 70.42%. Further, Messrs. Serum was granted permission to conduct phase 2/phase 3 clinical trial on 1,600 participants within the country. The firm also submitted the interim safety and immunogenicity data generated from this trial, and the data was found comparable with the data from overseas clinical studies. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.